വയനാട് കുറുക്കൻമൂലയിൽ പുള്ളിപ്പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. രതീഷ്, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ്? ഈ പുലിയുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ നിരന്തരം വന്യജീവികളുടെ കടുവ, പുലി, ആന വന്യജീവികളാൽ വളരെ ഭീതിയിലാണ് ആ ജനത എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പുള്ളിപ്പുലിയുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് കുറുക്കൻമൂല എന്ന പ്രദേശമാണ്. കാട്ടിക്കുളത്തിന് അടുത്ത ബേഗൂർ റേഞ്ചിൽപ്പെട്ട വനഭാഗമാണിത്. ഈ വനാതിർത്തിയോട് ചേർന്ന കാവേരിപ്പൊയിൽ കുറിച്ച ഉന്നതിയിലെ ഒരു വീട്ടിലെ നായയാണ് കഴിഞ്ഞ ദിവസം രാത്രി പുള്ളിപ്പുലി ആക്രമിച്ചു കൊണ്ടുവന്നത്. ഇവിടെ വന്യമൃഗങ്ങളുടെ നിരന്തര സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ ജാഗ്രത പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ വനംവകുപ്പും അത്തരത്തിൽ ഈ പ്രദേശത്തൊക്കെ പ്രത്യേക ക്യാമ്പ് ഹൗസുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. എന്നാലും ഈ ആദ്യം കടുവയുടെ സാധ്യതയാണ് എല്ലാ ആളുകളും പറഞ്ഞത്, കാരണം കടുവയുടെ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. എന്നാൽ വനംവകുപ്പ് സ്ഥിരീകരിച്ചു, ക്യാമ്പ് ഹൗസിൽ നിന്ന് ഈ ആക്രമണത്തിന് ശേഷം ഈ ഭാഗത്ത് പുള്ളിപ്പുലിയെ കണ്ടു. ആ സമയവും ഒക്കെ വെച്ച് നോക്കി അത് ഈ ആക്രമണം പുള്ളിപ്പുലിയാണ്, അങ്ങനെയാണ് അവർ ബോധ്യപ്പെട്ടത്. കടുവയാണെന്ന ആശങ്ക വേണ്ട എന്ന് വനംവകുപ്പ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ലക്ഷ്മി, വയനാട് വന്യജീവികളാൽ വലയുകയാണ്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.